الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകം വസൂയത്ത് ചെയ്യുകയാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ധാരാളം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നാം കേൾക്കുകയും ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിലപാടെടുക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യൻ. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമായിരുന്നാലും രാജ്യത്തിന്റെ ഭരണകാര്യമായിരുന്നാലും നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിൽ നമുക്ക് ബോധ്യപ്പെട്ടവ നാം സ്വീകരിക്കാറുണ്ട്. അത് വസ്ത്രത്തിന്റെ വിഷയത്തിലും ഭക്ഷണത്തിന്റെ വിഷയത്തിലും വീട് നിർമ്മാണത്തിലും ജോലിയിലും എല്ലാ കാര്യങ്ങളിലും ഒന്നും അതിൽ കൂടുതലും അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഇതിനൊരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ നാം നടത്താറുണ്ട്. കാരണം അത് നമുക്ക് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം നമ്മൾ കാണാറുള്ളത്. നമ്മുടെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. നമ്മൾ കേട്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചതിന്റെ പേരിലും നമ്മൾ ചില തീരുമാനങ്ങൾ പരിഹാരമായി സ്വീകരിക്കാറുണ്ട്. ഇത് ദുനിയാവിന്റെ ഒരു കാര്യമാണ്. എന്നാൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമാണ് മതപരമായ കാര്യം. അതിലും നാട്ടിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നാം കേൾക്കാറുണ്ട്. പക്ഷേ മതപരമായ ഒരു വിഷയം വരുമ്പോൾ അതിൽ മഹാഭൂരിപക്ഷം ആളുകളും നിഷ്ക്രിയമായി തങ്ങളുടെ അറിവും തങ്ങളുടെ കഴിവും തങ്ങളുടെ ചിന്തയും ഒന്നും പ്രയോജനപ്പെടുത്താതെ നിഷ്ക്രിയമായി ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ഇതിന്റെ ഒരു അപകടം വിശ്വാസികളെ നമ്മൾ അറിയണം.
എത്ര ആലോചിച്ചെടുത്ത തീരുമാനമാണെങ്കിലും അതിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചാലും ദുനിയാവ് എന്ന് പറയുന്നത് മരണത്തോടു കൂടി നമ്മുടെ അധ്യായം അവസാനിച്ചു. എന്നാൽ മതപരമായ വിഷയം, അതിന്റെ ഫലം നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുക മരണാനന്തര ജീവിതത്തിലാണ്. ആ ജീവിതമാകട്ടെ നശ്വരമല്ല, അനശ്വരമാണ്. അത് അനന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള ജീവിതത്തെ നമുക്ക് പരലോകത്ത് നൽകുവാനാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു തിരിച്ചറിവോട് കൂടിയാണ് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, മതപരമായ വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും ചിന്തകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ശ്രദ്ധയുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അറിവിന് വലിയ പ്രാധാന്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. കേവലമായ ആചാരങ്ങളോ കേവല വിശ്വാസമോ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്യത്ഭുതമായ ഒരു ബുദ്ധിയും അത് മുഖേന അവന്റെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുവാനുള്ള വലിയൊരു ശേഷിയും റഹ്മാനായ റബ്ബ് മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പരീക്ഷണമായി ഈ നന്മയുടെ വഴിയിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയുന്ന ശക്തനായ ഒരു പിശാചിനെയും അവന്റെ മാർഗത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഫലപരീക്ഷണത്തിനിടയിൽ നാളെയുടെ ലോകം നഷ്ടപ്പെടാതെ ആര് കാത്തു സംരക്ഷിക്കുന്നു എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതിലൂടെ നമ്മോട് കൽപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ രണ്ട് മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ് ആ വചനം തുടങ്ങുന്നത്: അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അൽ-ലൈലി സാജിദൻ വ ഖായിമ. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണോ ഉത്തമൻ, അതല്ല ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണോ? അത് ചോദിക്കാൻ രണ്ട് മനുഷ്യരെയാണ് റഹ്മാനായ റബ്ബ് ഉപമിക്കുന്നത്. ഒന്ന്, കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പാലിക്കാത്തവൻ. ഇവിടെ അല്ലാഹ് പരിചയപ്പെടുത്തുന്നു ആനാ അൽ-ലൈലി സാജിദൻ വ ഖായിമ. അവൻ സുജൂദ് ചെയ്തുകൊണ്ടും നിന്നു നമസ്കരിച്ചുകൊണ്ടും രാത്രി സമയങ്ങളിൽ ഭക്തിയുള്ളവനായിരിക്കും. അങ്ങനെയുള്ളവനും അങ്ങനെ ചെയ്യാത്തവനുമാണോ എന്നത് ചോദിക്കുന്നു. എന്നിട്ട് റഹ്മാനായ റബ്ബ് മൂന്നാമത്തെ ഒരു ഗുണം പറഞ്ഞു: യഹ്ദുൽ ആഖിറ വയർജു റഹ്മത റബ്ബി. അവൻ പരലോക ജീവിതത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവനായിരിക്കും. അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഭയങ്കര പേടിയുണ്ടാവും. അതോടൊപ്പം തന്നെ തന്റെ രക്ഷിതാവിന്റെ റഹ്മത്തിനെ, കാരുണ്യത്തെ അവൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ പ്രതീക്ഷിച്ചും തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവനും അല്ല ദുനിയാവിന്റെ വിഷയത്തിൽ വളരെ ജാഗ്രതയും മതപരമായ വിഷയത്തെ അലസമായി കാണുകയും ചെയ്യുന്നവൻ ഒരുപോലെയാണോ? ഒറ്റൊത്തരേ നമ്മുടെ മുമ്പിലുള്ളൂ, അല്ല. നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ട് അല്ലാഹ് അത് വിശദീകരിച്ചു. ഖുൽ, നബിയെ പറയുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ പറയുക, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? നമ്മളോട് ചോദ്യം. ഇന്നമാ ലയതദക്കറു ഉലുൽ അൽബാബ്. തീർച്ചയായും ബുദ്ധിമാന്മാർ ഉറ്റാലോചിക്കുന്നവർ തന്നെയാകുന്നു. റഹ്മാനായ റബ്ബിന്റെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ഉലുൽ അൽബാബ്, യഥാവിധി ബുദ്ധി ഉപയോഗിച്ചവർ നമ്മളാണോ എന്ന് ആലോചിക്കണം. നമ്മൾ ബുദ്ധി നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വിജയത്തിന് പിന്നിലൊക്കെ അല്ലാഹ് തന്ന ഒരു വലിയ നിഅമത്താണ് നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും. റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഫളലും നിഅമത്തും അതുപയോഗിച്ചാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. എന്നിട്ട് അല്ലാഹ് ചോദിക്കാം, ഈ തല നരച്ച് താടി നരച്ച് സമ്പത്തൊന്നും നിനക്ക് തന്നെ വേണ്ടാതെയായി തീർന്ന് ഈ ദുനിയാവിൽ നിന്നെ തന്നെ ആർക്കും വേണ്ടാതെയായി നീ ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചുപോക്കുണ്ട്. ആ തിരിച്ചുപോക്ക് മരണമാണ്. ആ മരണത്തോടുകൂടി കഴിഞ്ഞോ? അതിന് ശേഷമുള്ള ജീവിതം
നിനക്ക് എന്ത് സമ്പാദ്യമാണ് നൽകുക? ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും സമമാകുമോ? അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? പഠിച്ചവനും പഠിക്കാത്തവനും സമമാകുമോ? ജീവിത ലക്ഷ്യം വിവരിക്കുന്ന മതം പഠിച്ചവനും പഠിക്കാത്തവനും ഒരുപോലെയാകുമോ? ഹൽ യസ്തവി, സമമാകുമോ? ഈ ചോദ്യത്തിനൊന്ന് ഉത്തരം കണ്ടെത്തി നോക്ക്. ഇല്ലെന്ന് ഉത്തരം കിട്ടുമ്പോ നമ്മുടെ ജീവിതത്തിൽ അള്ളാന്റെ ദീനിനെ കുറിച്ചുള്ള അറിവ് പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതില്ലേ? അല്ലേ? നമ്മുടെ വീട്ടില് സഹോദരങ്ങളെ, നമ്മളെല്ലാരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന്റെ പണം ഒന്ന് കൂട്ടിവെച്ചാൽ ഒരു മാസത്തിൽ ആയിരങ്ങളുടെ സംഖ്യ ഉണ്ടാവും. ആ ഒരു പണം ദുനിയാവിന് വേണ്ടി ഉപയോഗിക്കുന്നു, ആഖിറത്തിന് വേണ്ടി ഉപയോഗിച്ചുവോ എന്നത് ചോദിക്കും. ദീനൊന്ന് പഠിക്കാൻ, അള്ളാന്റെ ഖുർആനൊന്ന് കേൾക്കാൻ, അതിന്റെ ആശയങ്ങളൊന്ന് മനസ്സിലാക്കാൻ, പ്രവാചകന്റെ തിരുവചനങ്ങളൊന്ന് കേട്ട് അറിഞ്ഞ് ഉൾക്കൊള്ളാൻ നമുക്ക് സമയം കണ്ടെത്താനും പണം ചെലവഴിക്കാനും പറ്റുമോ? അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? എന്നാൽ എന്താണ് അറിവുള്ളവന്റെ പ്രത്യേകത? റഹ്മാനായ റബ്ബ് പറഞ്ഞു, അറിവുള്ളവർക്ക് മാത്രമേ അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കാൻ പറ്റൂ. ഒന്നാമത്തെ ഗുണം, അള്ളാനെ കുറിച്ച് ശരിയായി അറിയുന്നവന് മാത്രമേ റഹ്മാനായ റബ്ബ് സദാസമയവും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോട് കൂടി ജീവിക്കാൻ പറ്റൂ. അള്ളാഹുവിന്റെ അടിമകളിൽ അറിവുള്ളവർ മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അറിവുള്ളവന് മാത്രമാണ് പരലോക ചിന്തയുണ്ടാവുക. അറിവുള്ളവന് മാത്രമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി ഉണ്ടാവുക. നോക്കൂ നിങ്ങൾ, മലക്കുകൾ അത്യത്ഭുതമായ സൃഷ്ടിയാണ്. ആ സൃഷ്ടികളെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയതേ നമുക്ക് പരിചയമുള്ളൂ. അതിലൂടെ റഹ്മാനായ റബ്ബ് പറഞ്ഞു, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. ആ മലക്കുകൾ അവർക്ക് മുകളിലുള്ള അവരുടെ രക്ഷിതാവിനെ അവർ ഭയപ്പെടുകയും അവൻ കൽപ്പിക്കുന്നത് എന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യും. വയഫ്അലൂന മാ യുഅ്മറുൻ. ആ മലക്കുകളുടെ പ്രത്യേകതയായി അല്ലാഹ് പറയാൻ, റഹ്മാനായ റബ്ബ് എന്താണോ കൽപ്പിച്ചത് അത് അപ്രകാരം അവർ പ്രവർത്തിക്കും. അവരുടെ മുകളിലുള്ള ഉപരിയിലുള്ള ലോകരക്ഷിതാവായ അള്ളാഹുവിനെ അവർ ഭയപ്പെടുകയും ചെയ്യും. കാരണം അള്ളാഹിനെ കുറിച്ച് അവർക്കറിയാം. നമ്മൾ അള്ളാഹ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടാതെ ഈ ദുനിയാവിനെ മാത്രം സ്നേഹിച്ച് എല്ലാവിധ തിന്മകളുടെ കൂത്തരങ്ങുകളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു പേടി നമുക്കില്ല. ഇത് അള്ളാഹ് നിഷേധിച്ചതാണ്, അള്ളാഹ് ഹറാമാക്കിയതാണ്, അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞതാണ്. ഞാൻ മരിച്ചാൽ നാളെയുടെ ലോകത്ത് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ രണ്ട് കൈയും നീട്ടി എന്റെ കർമ്മരേഖ വാങ്ങി വായിച്ചു നോക്കി ബോധ്യപ്പെട്ട് അള്ളാഹ് നയിക്കുന്ന നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പോകേണ്ടവനാണ് ഞാൻ എന്ന ഉത്തമ ബോധ്യം അറിവിലൂടെ നേടാത്തത് കൊണ്ട് എല്ലാം നമുക്ക് ഒരു തമാശയായി അനുഭവപ്പെടും. ദുനിയാവോ വളരെ ഗൗരവമുള്ളതായി തോന്നുകയും ചെയ്യും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാരെ കുറിച്ച് റഹ്മാനായ റബ്ബ് പറഞ്ഞു, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ. അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അവർ എത്തിച്ചു കൊടുക്കും. പ്രവാചകന്മാരെ കുറിച്ച് പറയാം, അവർക്ക് സ്വർഗമാണെന്ന് ഉറപ്പാ. അള്ളാഹ് തെരഞ്ഞെടുത്ത് പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. പക്ഷേ അള്ളാഹ് പറഞ്ഞു, വയഖ്ശൗനഹു. അവർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടും. അള്ളാഹിനെ ഭയങ്കര പേടിയാണ് അവർക്ക്. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അള്ളാഹനല്ലാതെ വേറൊരാളെ അവർക്ക് പേടിയുണ്ടാവുകയില്ല. കാരണം വഖഫാ ബില്ലാഹി ഹസീബ. അവർക്കറിയാം നാളെയുടെ വിചാരണക്ക് റഹ്മാനായ റബ്ബ് മതി, അള്ളാഹിന്റെ കോടതിയിൽ നിന്നാ മതി, ബാക്കിയുള്ളവർ ആരും പേടിക്കണ്ട. അതുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോ ദീന ജീവിതത്തിൽ പകർത്താൻ ആരും പേടി വേണ്ട. ഇവിടെ ഫാസിസത്തിന്റെ വലിയ കൈകളുണ്ട്, പേടിക്കണ്ട സഹോദരങ്ങളെ. ഇവിടെ നാട്ടിൽ നമുക്ക് ജോലി കിട്ടൂല, പേടിക്കണ്ട. റഹ്മാനായ റബ്ബുണ്ട്,
അല്ല സഹായിക്കും. പക്ഷെ എന്തു വേണം? അല്ല പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കണം. റഹ്മാനായ റബ്ബിന്റെ കൽപ്പനക്കനുസരിച്ച് അങ്ങോട്ട് ജീവിക്കണം. ഹലാലായ ജീവിതം, ഹറാമിൽ നിന്ന് മുക്തമായ ജീവിതം, പലിശയില്ലാത്ത, വ്യഭിചാരമില്ലാത്ത, തോന്നിവാസങ്ങളില്ലാത്ത, കളവില്ലാത്ത, അള്ളാഹിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരിക്കൽ സഹാബത്തൊക്കെ ഒന്നിങ്ങനെ സന്തോഷത്തിലും ചിരിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലൗ തഅലമൂന മാ അഅലമു, എനിക്ക് അള്ളാഹു അറിയിച്ചു തന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീലാ, നിങ്ങൾ കുറച്ച് ചിരിക്കൊള്ളൂ, ലബകൈതും കസീറ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യണേ? ജീവിതത്തിൽ കരഞ്ഞിട്ട് കാലത്രേ, പക്ഷേ റീല് കണ്ട് ചിരിച്ച് ചിരിച്ച് ഞാനും നിങ്ങളും ആയുസ് അങ്ങനെ തള്ളി നീക്കുക. എത്ര മണിക്കൂറാ അല്ലേ ഈ ദുനിയാവ് മാത്രം, ഇതിന്റെ നൈമിഷകൾ, സെക്കൻഡുകൾ നമ്മൾ ആസ്വദിപ്പിച്ചു കൊണ്ടിരിക്കുക. എന്നാ ഒന്ന് കണ്ണടച്ചിരുന്ന റഹ്മാനെ, എന്റെ 15ാമത്തെ വയസ്സിൽ, 17-ൽ, 18-ൽ, 20-ൽ, 25-ൽ അല്ലേ, കാലം ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കടന്നു പോയില്ലേ സുഹൃത്തുക്കളെ? എത്ര സ്റ്റെപ്പാ നമ്മളൊക്കെ മുന്നോട്ട് പോയത്. അതിലൊക്കെ എന്തെല്ലാം ഹറാമുകൾ, എന്തെല്ലാം തിന്മകൾ, അല്ല ഇഷ്ടപ്പെടാത്തത്, അല്ല കൽപ്പിച്ചത് പലതും ചെയ്യാത്തത് എന്തൊക്കെയുണ്ട്. ഒന്ന് കണ്ണടച്ചൊന്ന് ചിന്തിക്ക്. ആ ചിരിച്ച് ആർത്തുല്ലസിക്കുന്നതിന് പകരം അള്ളാന്റെ റസൂല പറഞ്ഞു, വല്ലാഹി, അള്ളയാണ് സത്യം, ലൗ തഅലമൂന മാ അഅലമു, എനിക്കറിയിക്കപ്പെട്ടത് മുഴുവൻ നിങ്ങൾക്ക് അറിയിക്കപ്പെട്ടു തരുമായിരുന്നുവെങ്കിൽ. അതെ, അള്ളാന്റെ റസൂലിനെ അള്ളാഹ് അറിയിച്ച വഹി ഒന്ന് കേട്ടാൽ, ഖുർആൻ ഒന്ന് പഠിച്ചാൽ, ഹദീസ് ഒന്ന് മനസ്സിരുത്തിയാൽ, നമുക്കെല്ലാവരും മനസ്സ് ശാന്തമായി ദീനിന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കും. കാരണം എന്താ അറിയോ? ദീന് പഠിച്ച ആളുകൾ അത്രമാത്രം പരലോകത്തെ ഭയപ്പെട്ടിരുന്നു. നോക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയാം, നളറ ഇലാ ത്വയ്രിൻ, ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, വഖഅല ഷജറ, അതൊരു മരത്തിൽ ഇങ്ങനെ വന്നിരുന്നു. അത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, മാ അൻഅമുക യാ ത്വയ്ർ, അല്ല പക്ഷേ നീ എത്ര ഭാഗ്യവതിയാ, നിനക്ക് എന്തൊരു സൗഭാഗ്യമാണ്. കാരണം തഅക്കുലു വതശ്റബു വതത്വീറു, നീ ഭക്ഷണം കഴിക്കുന്നു, നീ പാനീയം കുടിക്കുന്നു, പാറിപ്പറന്ന് നടക്കുന്നു. വലൈസ അലൈക ഹിസാബ്, നിനക്ക് ഹിസാബില്ലല്ലോ, അന്റെ കണക്ക് നോട്ടല്ലല്ലോ, അനക്ക് വിചാരണല്ലോ, നീ എന്തൊരു ഭാഗ്യവതിയാ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ലൈതനീ കുൻതു മിസ്ലക, ഞാൻ നിന്നെ പോലെ ആയിരുന്നുവെങ്കിൽ. ആരാ സഹോദരങ്ങളെ പറഞ്ഞത്? പ്രവാചകൻ ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് അബൂബക്കർ എന്ന് പറഞ്ഞപ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യമായി പറഞ്ഞ പ്രവാചകൻ അസ്സദീഖ് എന്ന് പേര് കൊടുത്ത, ലോകത്ത് വന്ന മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ ശ്രേഷ്ഠനാരെന്ന് ചോദിച്ചാൽ പ്രവാചകൻ കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വർത്തമാനം പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്, വിചാരണയില്ലാത്തൊരു പക്ഷിയെ പോലെ ഞാൻ ആയിരുന്നുവെങ്കിൽ എന്ന്. എന്തേ കാരണം എന്നറിയോ? വരാനിരിക്കുന്ന ആ ദിനത്തെക്കുറിച്ച് അവർക്ക് പേടിണ്ടായിരുന്നു. നമ്മളെന്താ ചിരിച്ചു കാലം കഴിക്കുന്നത്? നമ്മളെന്താ ദീനിനെ ഗൗരവത്തിലെടുക്കാത്ത? ഈ ബേജാറില്ലാഞ്ഞിട്ടാ. നോക്കൂ നിങ്ങൾ, വകാന അബൂബക്കർ അൽ ബുഖാ, അബൂബക്കർ റളിയല്ലാഹു അൻഹു നന്നായി ധാരാളമായി കരയുന്ന ആളായിരുന്നു. എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിരുന്നത്. മാത്രമല്ല ഒരിക്കൽ അദ്ദേഹം വകാന യുംസികു ലിസാന, തന്റെ നാവിനെ പിടിച്ചിട്ട് പറഞ്ഞു, വഖൂലു ഹാദല്ലദീ ഔറദനി അൽ മവാരിദ്, ഇന്ന എല്ലാ അപകടത്തിലും ആക്കുന്നത് ഈ നാവാണ് എന്ന് പറഞ്ഞിട്ട് നാവിനങ്ങനെ മുറുക്കി പിടിച്ചു. അത്ര പേടിയായിരുന്നു സംസാരിക്കാൻ. വിശ്വാസികളെ, ഇതൊക്കെ ഒന്ന് നമ്മളെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണ്ടേ? നമുക്കൊരു മാറ്റം വേണ്ടേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണസമയമാണ്. സുബൈക്ക് കുത്തുകിട്ടി, അസ്ർ നമസ്കാരത്തിന് സമയത്തിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ സമയത്ത് അദ്ദേഹം തന്റെ മകൻ അബ്ദുള്ളയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുക, പേടിച്ച് മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അള്ളാഹു സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പേടിച്ച് പറയാം. മകനോട് പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം, നീ എന്തിനാ വാപ്പാന്റെ തല ഇങ്ങനെ പിടിച്ചു വെക്കണം? എന്റെ തല മണ്ണിൽ വെക്ക്,
നീ എന്തിനാ മടിയിൽ വെച്ചിരിക്കുന്നേ? കാരണം അയ്യർഹമനി, മണ്ണ് പുരണ്ടു കിടക്കുന്ന എന്നെ കാണുമ്പോ ആ റഹ്മാനായ റബ്ബ് എന്നോട് കരുണ കാണിച്ചേക്കാം. ലൈതനി ഹാദിഹി തയ്യ, ഞാൻ ഒരു മണ്ണ്, ആ മണ്ണിലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈതനി ലം അകുൻ ശൈആ, ഞാൻ ഒന്നുമാകാതെ ഉമർ എന്ന മനുഷ്യനില്ലാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈത ഉമ്മീ ലം തലിദ്നി, എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈതനി കുൻതു മൻസിയ, ഞാൻ എല്ലാവരും മറക്കപ്പെട്ട ഈ ഭൂമിയിൽ തന്നെ ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് തന്റെ മകനോട് പറയുന്നുണ്ട്. എന്റെ തലന്നെടുത്ത് മണ്ണിക്ക് വെക്ക്, അള്ള കണ്ടിട്ട് മണ്ണ് പുരണ്ട് ആ രക്തത്തിൽ കുളിച്ചാണ് ഉമർ വന്നതെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെട്ട് എന്നോടൊന്ന് കരുണ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് കരഞ്ഞു പോയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളാണ് നമ്മളെന്ന് നമ്മളറിയാം. വിശ്വാസികളെ, ജീവിതത്തിൽ ആ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ഈ സുരക്ഷിതത്വം ലഭിച്ചത്, ഇങ്ങനെ ഒരു ബേജാറ് ലഭിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാന്റെ ദീൻ അവർ പഠിച്ചതുകൊണ്ടാ. നമ്മൾ ഇത്രമാത്രം പേടില്ലാതെ ജീവിക്കണം എന്തുകൊണ്ടറിയോ? ദീന് പഠിക്കാത്തോണ്ടാ. അതുകൊണ്ട് അറിവില്ലായ്മ നമ്മെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താ അതിന്റെ നാശം എന്നറിയോ? ഒന്ന് അള്ളാഹിനെ കുറിച്ച് പേടിണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇനി അറിവില്ലാതെ ദീനുണ്ട് എന്ന് വിചാരിച്ച് നടന്നു വിചാരിക്കുക, യഥാർത്ഥത്തിൽ ഇബാദത്തുകൾ ശരിയാവണ്ണം ചെയ്യാൻ കഴിയില്ല. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിസ്കാരമാണ്. ഉറപ്പുണ്ടോ? എന്താ സഹോദരങ്ങളെ? 5 നേരം നിസ്കരിക്കണില്ലേ? ആ നിസ്കാരം മുഴുവൻ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെയാണോ? നമ്മളൊക്കെ നിസ്കാരം യാന്ത്രിക അല്ലേ? അതിന്റെ അർത്ഥവും ആശയവും അതിന്റെ ഗാംഭീര്യവും അതിന്റെ പ്രതിഫലമോഹവും അതിന്റെ കർമ്മങ്ങളിലുള്ള നിഷ്ഠയും ഒക്കെ ഉണ്ടോ? എന്തില്ലാതെ പോണറിയോ? എപ്പോഴോ എന്തോ കേട്ടതാ. അതൊന്ന് പുതുതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ അല്ലേ? മൊബൈൽ ഫോണും ഡ്രസ്സും പാന്റും അങ്ങനെ തുടങ്ങി വീട്ടിലെ ചെറിയ ചെറിയ ഉപകരണങ്ങൾ വരെ കാലത്തിനനുസരിച്ച് മാറ്റാം. ദീന് നമുക്കില്ല അറിവ് ആ മദ്രസ ക്ലാസ് നിന്ന് നിർത്തിയതാ. പിന്നെ അത് ഇതുവരെ പുതിയതൊരു വിവരം വെച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. അത് നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെ പോയാൽ എന്താ സംഭവിക്കറിയോ? നമ്മളെ വീട്ടിൽ നടക്കുന്ന ജനനവും മരണവും മയ്യത്തും വിവാഹവും അനന്തരാവകാശം ഒക്കെ ഒരു ചടങ്ങായിട്ട് ഇങ്ങനെ പോകും. നമുക്കൊരു ബോധ്യം ഉണ്ടാവില്ല, ഒരു ബോധം ഉണ്ടാവില്ല. മറ്റൊന്നെന്താ നിങ്ങള്, നാട്ടില് മതപരമായ കുറെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. അതേ ആശയക്കുഴപ്പമുണ്ടാക്കും. ലിബറലിസത്തിന്റെ വലിയ കുപ്പായം ഈ നാട്ടിൽ തുന്നിത്തയ്ച്ച് നടക്കുക ചെറുപ്പക്കാരായ ആളുകൾ. അതാണ് പുതിയ ഫാഷൻ അല്ലേ? മതനിരാസം. സോഷ്യൽ മീഡിയയിൽ കയറിയാൽ 5 മിനിറ്റ് കൊണ്ട് എല്ലാ വിശ്വാസം തകർത്തെറിയാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ അധികം ക്ലിപ്പുകൾ നമുക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ നിരാശരായിട്ട് നടക്കുക. എന്താ പരിഹാരം സഹോദരങ്ങളെ? ഞാൻ വിശ്വസിക്കുന്ന ഈ മതം എന്താണ് എന്ന് പഠിക്കാനാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീള, അറിവ് അന്വേഷിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഫർള് എന്നാണ് എന്താ? നിർബന്ധം. നിസ്കാരം ഫർളല്ലേ? നോമ്പ് ഫർളല്ലേ? ലികുല്ലി ത്വലബുൽ ഇൽമി, അറിവ് അന്വേഷിക്കുക എന്നുള്ളത് ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശരിയാകുന്ന ഖുർആനിനെ കുറിച്ച്, ആ പരലോകത്തെ കുറിച്ച് അറിവുണ്ടാവണം. അല്ലെങ്കിൽ എന്താ അറിയോ? ഖബറിൽ ഉത്തരം പറയാൻ പറ്റൂല. മരിച്ച് പോണ്ടേ നമുക്ക്? ഖബറിൽ ഉത്തരം പറയാൻ പറ്റൂല. മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ പഠിച്ചെങ്കിലല്ലേ പറയാൻ പറ്റും. ഏതെങ്കിലും ആൾക്കാർക്ക് ഈ ദുനിയാവിൽ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാതെ ഉത്തരം കിട്ടിക്കണം സഹോദരങ്ങളെ. ഞാനിങ്ങളൊക്കെ പരീക്ഷ എഴുതിയപ്പോഴാ ഒരാൾക്ക് ഉയരത്തിലെ പുസ്തകങ്ങൾ മറിച്ച് മറിച്ച് പഠിച്ച് കാണാതെ പഠിച്ച് നോട്ട് എഴുതി അല്ലെ? അല്ലാഹു ചോദിക്കും മൻ റബ്ബുക, മലക്ക് ചോദിക്കൂലേ നിന്റെ നബി ആരാ, നിന്റെ വേദഗ്രന്ഥ ഏതാ? എന്താ മറുപടി? പഠിച്ചിട്ടില്ലാന്നോ? വിശ്വാസികളെ, വല്ലാത്ത അപകടത്തിലേക്കാട്ടോ നമ്മൾ പോണത്. പരലോകത്ത് വലിയ പരാജയം ഉണ്ടാവും, വലിയ പരാജയം ഉണ്ടാകും. റഹ്മാനായ റബ്ബിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹത്തെ കുറിച്ച് പറയും, ഒരു കാലം കഴിഞ്ഞിട്ട് ഒരു ഖൗമ് വരും, എന്തേ അവർക്ക് പറ്റിയത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ റസൂൽ പറയും വഖാല റസൂൽ, അന്ന് റസൂൽ പറയും യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ജനത ഈ ഖുർആൻ അഗണ്യകോടിയിൽ തള്ളി. ഏതോ ഒരു പുസ്തകം, ഇതൊന്നും വായിച്ചിട്ടാണോ, ഇതിലും വലിയ തിരക്കല്ല ദുനിയാവ് എന്ന് പറഞ്ഞ് ഖുർആനിനെ അവഗണിച്ചവർ കടന്നു വന്നു എന്റെ ഉമ്മത്തായി. വിശ്വാസികളെ, ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ അല്ലേ? എത്ര നൈമിഷികമാണ്.
എത്ര നൈമിഷികമാണ്. അതിൽ നിന്ന് ആ ചിരിയുടെയും തമാശയുടെയും ഒക്കെ ലോകത്തുനിന്ന് മാറി നിന്ന് വേദനയുടെയും രോഗങ്ങളുടെയും കഠിനമായ പരീക്ഷണങ്ങളിലേക്കും എടുത്തെറിയപ്പെടുന്നതിനു മുമ്പ്, വാർദ്ധക്യം നമ്മെ പിടികൂടി നമ്മെ അമർത്തിക്കിടത്തുന്നതിനു മുമ്പ് ഞാൻ എന്തിനു ജീവിക്കണം, ഞാൻ എങ്ങോട്ട് പോകണം, എന്റെ യാത്രയുടെ പാതയം എന്താണ്, റഹ്മാനെ ഞാൻ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നൊന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. അവിടെയാണ് ഖുർആനിന്റെ വിളിയും പ്രവാചകന്റെ സന്ദേശവും നമുക്ക് വെളിച്ചമായി ഉണ്ടാവുക. അതുകൊണ്ട് പഠിക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിഹാരത്തെക്കുറിച്ചുകൂടി നമ്മൾ അറിയണം. ഒന്ന്, നമ്മൾ സ്ഥിരമായി അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ കാണണം. അതൊരു സ്വകാര്യ അഹങ്കാരമായി അള്ളാഹുവിന്റെ ഖുർആൻ വായിച്ച് പഠിക്കുന്ന, അർത്ഥം പഠിക്കുന്ന ഒരു സംവിധാനം. അത് ഖുർആൻ ക്ലാസ് ആയാലും ഓൺലൈൻ കോഴ്സ് ആയാലും എങ്ങനെയായാലും. മറ്റൊന്ന്, നമ്മൾ സ്ക്രീൻ ടൈം കുറച്ച് പുസ്തകത്തിലെ വായനക്ക് സമയം കൊടുക്കണം. ഇസ്ലാമികമായ ഗ്രന്ഥങ്ങൾ വായിക്കാം. മലയാളത്തിലും നമുക്കറിയാവുന്ന ഇംഗ്ലീഷിലും അറബിയിലുമൊക്കെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചുള്ള വായന നമുക്കുണ്ടാവണം. കാലികമായ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ നമ്മുടെ നേർപ്പദം പോലെയുള്ള വീക്കിലികൾ കൃത്യമായി വായിക്കാം. ഒന്ന് കണ്ണെടുത്ത് അതിന്റെ പിന്നാലെ പോകാം. ഒന്ന് ഞാൻ പറഞ്ഞത് ഖുർആൻ ഓതാൻ അല്ല, ഖുർആൻ ഹിഫ്ളാക്കാൻ പോരാ, അർത്ഥം പഠിക്കാൻ അല്ല സഹോദരങ്ങളെ, വിവരണം കൂടി വായിക്കാൻ. ജീവിതത്തിൽ 2 മണിക്കൂർ ഓരോ ദിവസവും ചെലവഴിച്ചാൽ 4-5 വർഷങ്ങൾ ഇനിയും അള്ളാഹു ജീവിപ്പിക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ പഠിക്കാൻ പറ്റും. ഖബർ ചെന്നാൽ അല്ലാഹ് പഠിച്ചതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റൂ സഹോദരങ്ങളെ. അത്ര വലിയ വിഷയമാണ് കേട്ടോ. മറ്റൊന്നെന്താണെന്നറിയാം സഹോദരങ്ങളെ, അറിവ് നമ്മൾ പകരുക. ഭാര്യനോട് സംസാരിക്കുക, മക്കളോട് സംസാരിക്കുക, നാട്ടുകാരോട് സംസാരിക്കുക, ക്ഷണിക്കുക. എന്താ ഗുണം എന്നറിയങ്ങളെ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികത്തുഹു വ അഹ്ലുസ് സമാവാതി വൽ അർള്. അള്ളാഹുവും അവന്റെ മലക്കുകളും റഹ്മത്തിന് വേണ്ടി കരുണ ചെയ്യും. ആര്? അള്ളാഹ്. മലക്കുകൾ പ്രാർത്ഥിക്കും. ആരൊക്കെ? അഹ്ലുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ള മുഴുവൻ. ഹത്തൻ നംലത് ഫീ ഹുജ്രിഹാ വഹത്തൽ ഹൂത്, മാളത്തിലുള്ള എറുമ്പും സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അലൽ മുഅല്ലമി അന്നാസ് അൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന, ജനങ്ങളെ നന്മയിൽ ക്ഷണിക്കുന്ന ആൾക്കൾക്ക് വേണ്ടി എല്ലാ സൃഷ്ടിപ്രപഞ്ചത്തിലെ വസ്തുക്കളും ജീവികളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലേ? ഈ ദുനിയാവില് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം മക്കളെ നന്നാക്കുക എന്നുള്ളതാണ്. ഭർത്താവിനെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കുക എന്നുള്ളതാണ്. ഭാര്യയെ നല്ല മാർഗത്തിൽ കൊണ്ടടക്കുക എന്നുള്ളതാണ്. എന്നതല്ലല്ലോ ലിപ്സ്റ്റിക്കും ഐലൈനറും മുറിപ്പാവടിയും വാങ്ങിക്കൊടുത്ത് മക്കളെ കേടുവരുത്തുക, ഭാര്യയെ കേടുവരുത്തുക അല്ലേ? ഐഫോണും അതിനപ്പുറവും വാങ്ങിക്കൊടുത്ത് അവൻ അതിലൂടെ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങളിലൊക്കെ വലിയ വർത്തമാനം പറഞ്ഞു നടക്കുക. മക്കൾ അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് കഴുത്ത് മൂരുമ്പോഴാണ് ഇത് വലിയ അപകടമായിരുന്നല്ലോ എന്ന് തോന്നാം. അതിനു മുമ്പ് സഹോദരങ്ങളെ, അള്ളാഹിന്റെ ദീനിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്ക്. മാതാപിതാക്കളോടുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്ക്. അള്ളാഹ് ഹിദായത്ത് കൊടുക്കും. അത് പറഞ്ഞാലേ കൊടുക്കുള്ളൂ. മാത്രല്ല അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടോ, ഈ ദീനിന്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ മടങ്ങുന്നത് വരെ ആ അള്ളാഹിന്റെ മാർഗത്തിലാണ്. മൻ ഖറജ ഫി തലബിൽ ഇൽമ്, അറിവന്വേഷിച്ചുകൊണ്ട് ഫി സബീലില്ല, അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ ഫഹുവ ഫി സബീലില്ല, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. ഹത്താ യർജി, അവൻ അവിടുന്ന് മടങ്ങുന്നത് വരെ. ഇപ്പൊ ഈ ഇരിക്കുന്നത് അള്ളാഹിന്റെ റഹ്മത്തിലാണ്. ഇങ്ങനെ ജീവിതത്തിലെ മണിക്കൂറുകൾ നമുക്ക് സമ്പാദ്യമായി ഉണ്ടാവണം. മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമൻ,
അള്ളാന്റെ ദീനിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒരാൾ ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹ് പറഞ്ഞു സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അവൻ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്ന. അറിയോ, ഇപ്പൊ പോണ വഴിയേക്കാൾ എളുപ്പമുള്ള വഴിയിൽ അള്ളാഹു സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കും. എന്താ തടസ്സം എന്നറിയോ സഹോദരങ്ങളെ? ശൈത്താനാണ് തടസ്സം. ഈ മാർഗം ഒന്നും എന്റെ ശരിയല്ല എന്ന് പറഞ്ഞ് പിന്നാലെ കൂടും. ഖുർആൻ എടുത്ത ക്ഷീണം വരും, ഖുർആൻ എടുത്ത തിരക്ക് വരും, നിസ്കരിക്കാൻ നിന്ന ദുനിയാവോർമ്മ വരും. ഇങ്ങനെ പിശാച് യുവസ്വിസു ഫി സുദൂരിന്നാസ്, മനസ്സിൽ വസ്വാസും കുഴപ്പവും യുദ്ധം ഉണ്ടാക്കി നമ്മെ അവൻ പരാജയപ്പെടുത്തും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എന്താ മാർഗം എന്നറിയോ? പ്രാർത്ഥിക്കുക. അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചു, വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഖുർആനിലെ പ്രാർത്ഥന നമുക്കറിയില്ലേ? റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് അറിവ്, ദീനിന്റെ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് അല്ലാഹ് നൽകണേ. വരിസ്ഖൻ ത്വയ്യിബ, നല്ല ത്വയ്യിബായ ഹലാലായ റിസ്ഖ് എനിക്ക് നൽകണേ. വഅമലൻ മുതഖബ്ബല, നാദാ നീ സ്വീകരിക്കുന്ന അമൽ ചെയ്യാനുള്ള താക്കത്ത് എനിക്ക് നൽകണേ എന്ന് ചോദിച്ചോ സഹോദരങ്ങളെ? ഇല്ലല്ലോ, പിശാച് അയച്ചില്ലല്ലേ. അള്ളാഹു ഈ ദീനിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. പിശാച് നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഈ ദുനിയാവിന്റെ നൈമിഷികതയിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാന്റെ വിളി വേണോ പിശാചിന്റെ വിളി വേണോ എന്നതിന് ഒന്ന് ഉയർന്നു നിന്ന് കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് ബുദ്ധിയൊന്ന് വെളിച്ചത്തിലേക്ക് പിടിച്ചൊന്ന് ചിന്തിച്ചാൽ അവിടെ തെളിഞ്ഞ ബുദ്ധി നമുക്ക് കാണാൻ പറ്റും. എനിക്ക് സ്വർഗത്തിന്റെ വഴിയാണ് വേണ്ടത്, പ്രവാചകന്റെ വഴിയാണ് വേണ്ടത്, എനിക്ക് നരകമോചനമാണ് വേണ്ടത്, പാപമോചനമാണ് വേണ്ടത്. ഈ ചിന്ത വന്നവന് അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള സമയം എത്രയും പെട്ടെന്ന് കരഗതമാക്കാനുള്ള ധൃതിയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ധൃതിപ്പെട്ട് മുന്നോട്ട് പോയവരാണ് നബിയും സഹാബത്തും. അവരുടെ മാർഗത്തിൽ ഒന്നിച്ചു ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. ഈ ദുനിയാവിനെ നൈമിഷികമായി കാണുവാനും പരലോകത്തെ നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് റഹ്മാനായ റബ്ബ് ശിഫ നൽകുമാറാവട്ടെ. അത് മുഖേന അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും അള്ളാഹു സുരക്ഷിതത്വം നൽകുമാറാവട്ടെ, ഹിദായത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.